അമിത് എങ്ങനെയായിരുന്നു നോക്കി കാണുന്നത്? എന്തിനാ ഈ പറഞ്ഞ അല്ല, അതാ ഞാൻ പറഞ്ഞേ, അഭിപ്രായങ്ങൾ എല്ലാവർക്കും ഉണ്ട്. അത് എങ്ങനെ വേണോ പ്രസന്റ് ചെയ്യാം, അത് പ്രശ്നമല്ല. ഈ പറഞ്ഞ ആരോഗ്യം ഹെൽത്തി ആയിരിക്കണം എന്നേ ഉള്ളൂ. അതിനപ്പുറത്ത് വേറെ കാര്യങ്ങളൊന്നുമില്ല. നല്ലത് പറയുമ്പോൾ നമുക്ക് സന്തോഷം വരുന്ന അത്ര മറ്റു പറയുമ്പോൾ കേൾക്കാം. സ്വാഭാവികമായിട്ട് വരുന്ന കാര്യമാണ്. നമ്മൾ കുറെ പേര് ഒരു 200 പേരുന്ന സിനിമ കാണുമ്പോൾ കിട്ടുന്ന ഒരു വൈബല്ലല്ലോ നമ്മൾ ഒരു ഇങ്ങനെ കാണുമ്പോൾ കിട്ടുന്നത്. ഭയങ്കര ഡിഫറെന്റാ. അപ്പൊ ചിലപ്പോ ആ കാണുന്ന ആൾക്ക് ചിലപ്പോ അത് അത്ര വർക്ക് ആയിക്കോളണമെന്നില്ല. അപ്പൊ അത് ഭയങ്കരമായിട്ട് കാര്യം വ്യൂവിങ് ഭയങ്കര ഡിഫറെന്റ് അല്ലേ. അപ്പൊ ആ കാണുന്ന ആൾക്ക് അപ്പൊ അത് വർക്കായില്ല, അത്രേ ഉള്ളൂ. അല്ലാതെ അതിന് വ്യക്തിപരമായിട്ട് ആരോഗ്യപരമായിട്ട് ഇതിനെ അപ്രോച്ച് ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ. ക്രിട്ടിസൈസ് ചെയ്യരുതെന്ന് അങ്ങനെ. അപ്പം നമുക്ക് എല്ലാവർക്കും നിങ്ങളുടെ എല്ലാവരുടെയും ഒരേപോലത്തെ ഡ്രീം ആയിരുന്നല്ലോ മൂവി എന്ന് പറയുന്നത്. അപ്പോ അന്ന് സ്വപ്നം കണ്ട ആ പ്ലേസിലാണോ നിങ്ങളിപ്പോ നിൽക്കുന്നത്? അതിനേക്കാളും കുറച്ചുകൂടെ മുകളിലാണ്. നമ്മള് മറ്റേ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് നിക്കണം, എവിടെയെങ്കിലുമൊക്കെ ഒന്ന് നിക്കണം, ഒരു പടം അങ്ങനെയൊക്കെ ആഗ്രഹിച്ചിരുന്നു. പക്ഷെ ഇപ്പം ബാക്ക് ടു ബാക്ക് എല്ലാവർക്കും പടങ്ങളുണ്ട്, എല്ലാവരും തിരക്കിലാണ്, എല്ലാവരും വിളിക്കുമ്പോൾ ലൊക്കേഷനിലാണ്, എല്ലാവർക്കും നല്ല ക്യാരക്ടർ റോളുകൾ. പണ്ട് പാസിങ് എങ്കിലും കിട്ടണേ, ഒന്ന് ജസ്റ്റ് ഒരു അവിടെ എവിടെയെങ്കിലും ഒന്ന് നിൽക്കണമെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ വലിയ വലിയ ഡയലോഗുകളും അത് നമ്മൾ ആഗ്രഹിച്ചതിനേക്കാളൊക്കെ ഒത്തിരി. അല്ല, അത് കറക്റ്റാണ്. ഇപ്പൊ സിജു പറഞ്ഞ ആ പോയിന്റ് തന്നെയാണല്ലേ ശരി. നമുക്കറിയില്ല ഇത് എങ്ങനെയാണ് വരിക, നമ്മൾ ക്യാമറയിൽ എങ്ങനെ നമ്മളെ കാണില്ല, വലിയ സ്ക്രീനിൽ എങ്ങനെ ആളുകൾക്ക് ഇഷ്ടപ്പെടും, ഇങ്ങനെയൊക്കെ കുറേ തോട്ട്സ് ഉണ്ടാവില്ലേ. അപ്പൊ അതിൽ നിന്ന് മാറി അത് ഇഷ്ടപ്പെട്ടു. പിന്നെ ഒരു സിനിമയിലേക്ക് നമ്മളെ വിളിക്കുക, അല്ലെങ്കിൽ നമ്മളെ വെച്ച് കുറെ പൈസ ഒരു പ്രൊഡ്യൂസർ കൊണ്ടുവരിക, അല്ലെങ്കിൽ ഒരു കഥ വരിക, നമ്മളൊരു അപ്പൊ അതൊരു ഭയങ്കര ജേണി. അത് ഞങ്ങളുടെ മാത്രമല്ല, എനിക്ക് തോന്നുന്നു എല്ലാവരും അങ്ങനെ തന്നെയാണ് അതിനെ അപ്രോച്ച് ചെയ്യുന്നത്. അപ്പൊ അതിലും ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു സ്പേസിലാണ് നിൽക്കുന്നത്. ഇതിലിപ്പോ മാറ്റി അല്ല, വേറൊന്നും കൊണ്ടല്ല, അത് അങ്ങനെ തന്നെയാണ്. കാരണം എല്ലാരും ഇതേപോലെ ആഗ്രഹിച്ച് വന്നവരാണ്. ഈ പറയുന്നത് ഈ സ്പേസിൽ നിൽക്കണം എന്നുള്ളതായിരുന്നു ആഗ്രഹിച്ചിരുന്നത്. അതിപ്പോ പറ്റുന്നുണ്ട്. ഇതാണ് ഏറ്റവും വലിയ കാര്യം. അതെ, ഇതേപോലെ തന്നെ. പിന്നെ ഈ ഇൻസ്റ്റാഗ്രാമൊക്കെ നോക്കുമ്പോൾ അതിങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഓരോ ഇന്റർവ്യൂസ് കാണുമ്പോൾ എവരുടെയൊക്കെ കാണുമ്പോൾ ഇനി എന്ന് എനിക്ക് എന്നുള്ളൊരു ആഗ്രഹം വന്നിട്ട് ഔട്ട് ഓഫ് ദി ബ്ലൂ ഞാൻ ഇപ്പോൾ ഇവരുടെ കൂടെ ഇരിക്കുക. അത് ഒരു ചെറിയ കാര്യമല്ല, അതൊക്കെ ഒരു ഡ്രീം കം ട്രൂ തന്നെയാണ് ഓബ്വിയസ്ലി. തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ ഫണ്ണി ക്യാരക്ടർ, എന്ത് ടൈപ്പ് ക്യാരക്ടേഴ്സ് ചെയ്യാനായിട്ട് കൂടുതൽ താല്പര്യം? എല്ലാം ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ ഇപ്പോൾ വരുന്ന ഇപ്പം ഞാൻ ചെയ്ത് വെച്ചിട്ട് ഇപ്പോൾ കോമഡി വരുന്നു. രോമാഞ്ചത്തിൻ്റെ ബേസിൽ എനിക്ക് കോമഡിയുള്ള സബ്ജക്റ്റ് വരുന്നു. അപ്പം അത് കഴിഞ്ഞിപ്പം വാഴയ്ക്കകത്ത് ഇമോഷൻ ചെയ്തപ്പോൾ ഇപ്പോൾ കൂടുതലും ഇമോഷണൽ. പിന്നെ അതേപോലെ തന്നെ വാഴയ്ക്കകത്തെ റൊമാൻറ്റിക് സീൻ വെച്ചിട്ട് ഇപ്പോൾ കുറേ റൊമാൻറ്റിക് സബ്ജക്റ്റുകൾ വരുന്നുണ്ട്. അപ്പോൾ ഓരോ പടങ്ങൾ കഴിയുമ്പോഴാണ് അത് ക്യാരക്ടർ നമുക്ക് മറ്റതിലേക്ക് ഇയാളെ മറ്റേത് ചിലപ്പം ഓക്കെ ആകും. ഇനിയിപ്പോൾ ഇപ്പം വില്ലൻ ചെയ്യണമെന്ന് പണ്ട് തൊട്ട് ആഗ്രഹമാണ്. അപ്പം അത് ചെയ്യണമെന്നും എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. ഞാനൊരു അയ്യോ എന്ന് പറഞ്ഞിട്ട് ഹനുമാൻ കൈൻറ്റിൻ്റെ കൂടെ ഞാനൊരു മ്യൂസിക്കൽ വീഡിയോയ്ക്കകത്ത് ഒരു ചെറിയൊരു സാധനം ഒരു കുറച്ച് സെക്കൻഡുള്ള ഒരു പരിപാടി ആയിരുന്നു. അത് കുറച്ച് നെഗറ്റീവ് ഷെയ്ഡാണ്. അപ്പം അത് കണ്ടിട്ട് എന്നോട് പറഞ്ഞ് നെഗറ്റീവ് ഷെയ്ഡ് ചെയ്യാനുള്ളൊരു ഇതുണ്ട്. പക്ഷെ അങ്ങനെ ക്യാരക്ടറൊന്നും വന്നിട്ടില്ല. പക്ഷെ അതെനിക്ക് ഭയങ്കര ആഗ്രഹമാണ് വലിയ പരിപാടികളൊക്കെ. ഇങ്ങനെ ഒരു ഫണ്ണി എന്ന് പറയുന്ന ഒരു ടൈപ്പിലേക്ക് കാസ്റ്റ് ചെയ്ത് പോവാതെ ഡിഫറെന്റ് വേഴ്സറ്റൈൽ ക്യാരക്ടേഴ്സ് അങ്ങനെ കാസ്റ്റ് ചെയ്യുന്നുള്ളതല്ല. ഇപ്പം ഫണ്ട് ഏതാണെങ്കിലും നമ്മൾ അഭിനയിക്കുക എന്നുള്ളതാണ്. ഇപ്പം ഫണ്ണി ആണെങ്കിലും ഇപ്പം ഇമോഷണൽ ആണെങ്കിലും ഏതാണെങ്കിലും അഭിനയിക്കുക എന്നുള്ളതാണ്. അല്ലാതെ ടൈപ്പ് കാസ്റ്റ് ആകുക എന്നുള്ളത് നമ്മളത് ഒരുപോലെ അഭിനയിക്കുമ്പോഴാണല്ലോ അത് ടൈപ്പ് കാസ്റ്റ് ആകുക. അത് നമ്മൾ കുറേ കഴിയുമ്പോൾ ഇതിനകത്ത് ഇങ്ങനെ ഒരു ടൈപ്പിൽ ഇപ്പം ഇങ്ങനെയാണെങ്കിൽ ലൗഡ് ആണെങ്കിൽ ഇനിയും കുറച്ചൊന്ന് ലൗഡ് താത്തിട്ടുള്ള കോമഡികൾ നോക്കാം. അങ്ങനെയും ചെയ്യാമല്ലോ. എനിക്ക് അങ്ങനെയൊന്നും അറിയത്തില്ല. നമ്മളതെല്ലാം ഇങ്ങനെ ഓരോരോ പടങ്ങൾ കഴിയുമ്പോഴാണ് ഓരോന്നും പഠിക്കുന്നത്. ഞാനിപ്പോൾ ആദ്യത്തെ പടത്തിൽ അഭിനയിച്ചതുപോലെ ആയിരിക്കത്തില്ല ഓരോരോ പടങ്ങൾ. ഓരോ ഡയറക്ടർമാർ ഓരോ രീതിയിലായിരിക്കും നമ്മളെ ട്രീറ്റ് ചെയ്യുന്നത്, ഓരോ രീതിയിലായിരിക്കും നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഓരോരുത്തരിന്നും ഓരോ നമ്മൾ പഠിക്കും. അങ്ങനെയൊക്കെയാണ്. കുറേ പടങ്ങൾ കഴിയുമ്പോഴേ നമുക്ക് കുറച്ചൊക്കെ ഒന്ന് ഇത് ഇങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാന്നൊക്കെ പഠിക്കാൻ പറ്റും. തുടക്കമാണ്. ഓക്കെ, ചേട്ടന് പരാക്രമ മൂവി ഏറ്റവും സ്പെഷ്യൽ ആക്കുന്ന ഒരു കാര്യം എന്താണ്? അല്ല, ഞാനിങ്ങനെ ഒരു വേറെ ലുക്കിൽ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു പടമാണ്. പിന്നെ ഇങ്ങനെ നമ്മുടെ കുറെ ഇപ്പത്തെ ഒരു വൈബിൽ ഇങ്ങനെ ചെയ്യുന്ന ഒരു പടം. അതെ, ഇങ്ങനെ ഭയങ്കരമായിട്ട് ഡയലോഗിൽ കോൺഷ്യസ് ഒന്നും ആവാതെ പൊതുവെ നമ്മൾ കുറച്ച് സീനിയേഴ്സിനോട് ഇപ്പൊ ഇതില് രഞ്ജി സാറും മാം ഒക്കെ വരുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ കോൺഷ്യസ് ആവും. പക്ഷെ ഞാൻ അതിനു മുമ്പ് ചെയ്ത പടങ്ങളൊക്കെ അങ്ങനെയായിരുന്നു. അപ്പൊ ഇവിടെ ഞങ്ങൾ എല്ലാരും തെറ്റിക്കുന്നോണ്ട് അങ്ങനെ കുറച്ചുകൂടെ അങ്ങനെ റിലാക്സ്ഡ് ആയിട്ട് ഞാൻ ആദ്യം ചെയ്യുന്ന പടം ഇതായിരിക്കും. അങ്ങനെ ഭയങ്കര കോൺഷ്യസ് അല്ല. അല്ലെങ്കിൽ നമ്മളൊരു പ്ലാൻ ചെയ്ത് വെക്കുന്നു. അപ്പൊ സിജുന്റെ അഭിപ്രായം പറയുന്നു, അമിത്തിന്റെ പറയുന്നു, ഞാൻ എന്റെ അഭിപ്രായം പറയുന്നു. അപ്പൊ അർജുൻ അത് വർക്കാണെങ്കിൽ അല്ല എന്ന് പറയും, അല്ലെങ്കിൽ ഇവിടെ അർജുൻ പറഞ്ഞ ചെയ്യാൻ പറയും. അപ്പൊ കുറച്ചുകൂടെ അങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് പരാക്രമത്തിൽ.
അതങ്ങനെ ഒരു സ്പെഷ്യൽ മൂവിയാണ്. അമിതേട്ടന് സ്പെഷ്യൽ ഫാക്ടർ? അയ്യോ അങ്ങനെയൊക്കെ ചോദിച്ചാൽ ഈ പറഞ്ഞ പോലെ തന്നെ സിനിമ ചെയ്യാന്നുള്ള ആഗ്രഹമുണ്ട്. എല്ലാം സ്പെഷ്യലാണ്, എല്ലാ പടവും സ്പെഷ്യൽ തന്നെയാണ്. പരാക്രമത്തിൽ അമന്തേഷ് എന്ന് പറഞ്ഞ ക്യാരക്ടറും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടറാണ്. കുറച്ചുകൂടെ ഞാൻ ഇപ്പോൾ വാഴ ചെയ്ത പോലെ വാഴയിൽ കുറച്ച് ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ക്യാരക്ടറാണ്, ഇത് കുറച്ച് എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള ക്യാരക്ടറാണ്. നമുക്ക് അങ്ങനത്തെ ഒരു ഡൈനാമിക്സ് മാറുന്ന പരിപാടി ഹാപ്പി, അതാണ് സ്പെഷ്യൽ. ഓക്കെ, ഈ മൂവി ചെയ്ത് അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ മൂവിയിൽ വന്നതിന് ശേഷം നമുക്ക് ആദ്യമേ ഒരു വിചാരം ഉണ്ടാവില്ല സിനിമ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ് എന്നൊരു ചിന്ത ഉണ്ടാവും. സിനിമയിൽ വന്നതിന് ശേഷം മനസ്സിലാക്കി ഇങ്ങനെയൊന്നും അല്ല എന്ന് മനസ്സിലാക്കിയ ഒരു കാര്യം ചോദിച്ചാൽ എന്ത് പറയും? മനസ്സിലായില്ല, ആരും സിനിമ ദേവചേട്ടന് മനസ്സിലായി. സിനിമയിൽ വരുന്നതിന് മുമ്പ് സിനിമ ഇങ്ങനെയാന്ന് വിചാരിച്ചു, സിനിമയിൽ വന്നിട്ട് ഇത് ഇങ്ങനെയൊന്നല്ല ഇത് ഇങ്ങനെയാണെന്ന് തോന്നി. അതെ, അങ്ങനെ വല്ല കാര്യമുണ്ടോ? അങ്ങനെ എന്തെങ്കിലും കാര്യമുണ്ടോ? ദൈവമേ ഇല്ലേ, അല്ല അങ്ങനല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ നമ്മളൊക്കെ എവിടെങ്കിലും ഒന്ന് നിൽക്കണമെന്ന് പറഞ്ഞ് വന്നവരാ. അതല്ലാതെ ഇത് അങ്ങനല്ല, ഇങ്ങനെ ഒന്നും ചിന്തിക്കാൻ പോലും നമുക്കുള്ളതില്ല. നമുക്ക് എങ്ങനെങ്കിലും അവിടെ എവിടെയെങ്കിലും നിന്ന് അല്ല, എന്നാലും നമുക്ക് ഞാൻ പണ്ട് വിചാരിച്ചിരുന്നത് സിനിമയിൽ അഭിനയിക്കുന്നവർ വേറെ യൂണിവേഴ്സിലുള്ളവരാണ്. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടില്ല? അത് തോന്നുന്നല്ലേ അത്. അല്ല അങ്ങനല്ല, സിനിമ വേറെ എവിടെയോ നടക്കുന്ന ഒരു സംഭവമാണെന്നാണ് വിചാരിച്ചത്. അടുത്തറിയുമ്പോഴത്തേക്കല്ല, ഇപ്പൊ നിങ്ങൾ ആക്ടേഴ്സ് ഒക്കെ അടുത്ത് വരുമ്പോഴത്തേക്കാണ് ശരിക്കും നോർമൽ പീപ്പിൾ ആണെന്ന് മനസ്സിലാക്കി. ഞാനൊക്കെ കൊച്ചിൽ ശരിക്കും വിചാരിച്ചിട്ടുണ്ട് വേറെ എവിടേക്കോ നടക്കും. ഞാൻ കൊച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഏതോ രാജ്യമാണ്. ചെറുപ്പത്തില് കൊച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഏതോ രാജ്യമാണ്. വെളുപ്പിനെ 4 മണിക്ക് എഴുന്നേറ്റ് ഇന്ന് കോളേജല്ല മറ്റേ സ്കൂളിൽ ടൂർ പോകുമ്പോൾ കയറി ഇരുന്നാൽ മാത്രം ആ രാജ്യത്ത് ചെല്ലാൻ ചിന്തിച്ച ഒരാളാണ് ഞാൻ. വെളുപ്പിനെ 4 മണിക്ക് എഴുന്നേക്കാൻ ലേറ്റ് ആയാൽ പോയി, കൊച്ചി ജീവിതം കഴിഞ്ഞു. പണ്ട് ടൂർ പോകുമ്പോ അങ്ങനെയാണല്ലോ, മറ്റേ 3:30 എഴുന്നേറ്റിരുന്നിട്ട് മറ്റേ ബാഗൊക്കെ പാക്ക് ചെയ്ത് തോർത്തൊക്കെ എടുത്ത് ഫിക്സ് ഒക്കെ വെച്ച് സെറ്റ് ചെയ്ത് മറ്റേ വീട്ടുകാർ കൊണ്ടൊന്ന് ബെസിക്കേറ്റ് ഇരുത്തുന്നു. നമ്മളൊന്ന് ഉറങ്ങി കഴിയുമ്പോഴത്തേനും കൊച്ചിയിലാണ് വീഗാലാൻഡ് തിരിച്ചു. അപ്പൊ നമ്മള് കാണുന്നത് എന്താണ്? വീഗാലാൻഡ് എന്ന് പറഞ്ഞൊരു പേര്, വെള്ളം കാണാത്ത സ്ഥലം ഞങ്ങളുടെ പത്തനംതിട്ടയിൽ അങ്ങനെ ഇല്ല. അപ്പൊ മനസ്സിലായി ഇത് വേറെ ഏതോ രാജ്യം, വേറെ ഏതോ ഒരു യൂണിവേഴ്സ്. പിന്നീടാണ് മനസ്സിലായത് എടാ മണ്ട രാവിലെ എഴുന്നേറ്റ് പോയാൽ അത്. അങ്ങനൊക്കെ സിനിമ കാണുമ്പോഴും അതൊക്കെ നമുക്ക് ചെറുപ്പത്തിൽ തോന്നും. പക്ഷെ കുറച്ച് കഴിയുമ്പോഴാണല്ലോ നമുക്ക് മനസ്സിലായത് ഇത് അങ്ങനല്ല, ഇതിങ്ങനെയാണെന്നൊക്കെ. ഒന്നും പറയുന്നില്ല. അല്ല അങ്ങനെ ഫസ്റ്റ് പടത്തിന് ആണ് ഞാൻ ആദ്യമായിട്ടൊരു സെറ്റിൽ പോകുന്നത്. അപ്പൊ ഇത് ഇങ്ങനെ വെക്കുമ്പോ ഇങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല, അത് അവിടെ പോയിട്ട് മനസ്സിലാക്കില്ല. മുമ്പ് ഒരു വേറെ രീതിയിൽ ഞാൻ അതിനെ അപ്രോച്ച് ചെയ്തിട്ടില്ല, ഇത് ഇങ്ങനെ ആയിരിക്കും എന്നൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. എല്ലാം അവിടെ പോയപ്പോഴാണ് ഇത് ഇങ്ങനെയാണ് എന്ന് മനസ്സിലായത്. പിന്നെ അവിടെ ഉള്ളവരൊക്കെ പറഞ്ഞു ഇങ്ങനെ ചെയ്യണം, അപ്പൊ അതുപോലെ ചെയ്തു, അത്രേ ഉള്ളൂ. അമിതേട്ടൻ ഈ പറഞ്ഞ പോലെ ഡിറക്ഷൻ എന്ന് പറയുന്ന ഒരു താല്പര്യം വന്നത് എങ്ങനെയാ? ഞാൻ ഈ പറയുന്ന പോലെ കൊച്ചിലെ ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിരുന്നു. പണ്ട് വീട്ടുകാർ കൊണ്ടുപോകുന്നതാണ്, നമ്മൾ അഭിനയിക്കാൻ വേണ്ടി അവർ കൊണ്ടുപോകുന്നതാണ്. അപ്പം അങ്ങനെ പോയി എനിക്ക് മനസ്സിലായി ഓക്കെ ഡയറക്ടർ എന്ന് പറയുന്ന ആളാണ് ഇവിടുത്തെ ഏറ്റവും കിടിലം. പക്ഷേ നോർമലി അപ്പം അതിനോട് ഒരു ഇൻട്രസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അയാൾ എല്ലാം കൺട്രോൾ ചെയ്യുന്നതുകൊണ്ട് മാത്രമല്ല അയാളാണ് ഇവിടുത്തെ ഓൾ ഇൻ ഓൾ. എല്ലാവരും എന്ത് ചെയ്യണം എന്ത് നടക്കണം എന്ന് പറയുന്നത് ആ പരിപാടി ആ പ്രോസസ്സിനോട് എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നി. പിന്നെ നമുക്കൊരു ഏജ് ആയപ്പോൾ ഒരു 19 വയസ്സായപ്പോഴത്തേക്ക് നമ്മൾ തന്നെ ഉറപ്പിച്ച് ഓക്കെ മേ ബി അതായിരിക്കാം എൻ്റെ സാധനം നേരത്തെ നമ്മൾ അതിലോട്ട് വർക്ക് ചെയ്ത് തുടങ്ങി. അങ്ങനെയാണ്. സിജുവിന് ഈ പറഞ്ഞ പോലെ ഉള്ളിലൊരു നടനുണ്ടെന്ന് മനസ്സിലായത് എപ്പോഴാണ്? പണ്ട് സ്കൂള് ഇത് തന്നെ ആദ്യം മമ്മിയൊക്കെയാണ് തുടങ്ങി വെക്കുന്നത്. സ്കൂളിലുള്ള പരിപാടിയിലെല്ലാം കൊണ്ട് ചേർക്കുക, നീ അതിന് പേര് കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞ് വഴക്കിടുക. നീ എന്തോ അതെന്താ പേര് കൊടുക്കാൻ വീട്ടുകാരനാണ് തുടക്കം ഇട്ടത്. വീട്ടുകാരിത് മറ്റേ രസത്തിന് തുടക്കം ഇട്ട് വെച്ച് തന്നു. ചെറുപ്പം തൊട്ടേ നമ്മുടെ മനസ്സിൽ ഇതിങ്ങനെ കിടക്കുന്നു. ഇതിന്റെ നമ്മളിത് മറ്റേ ഇതിന്മാരടുത്ത് തലേ വെക്കുന്ന ആരും വിചാരിച്ചില്ല. ഇനി ഞാൻ സിനിമയുടെ എങ്ങനെ പറയുകയാണെന്ന് ഭയങ്കര പ്രശ്നം. അതെന്താ സിനിമ പോടോ. പക്ഷെ വീട്ടുകാരനാണ് മറ്റേ നാടോടി നൃത്തം കലോത്സവത്തിനൊക്കെ മറ്റേ കൈ പിടിച്ചോണ്ട് ഓടും. അങ്ങനെ നമ്മളെ ഇത് ചെയ്തിട്ട് എന്നാ ഇനി ഞാൻ ഇതങ്ങ് പ്രൊഫഷൻ ആക്കുക പറഞ്ഞിട്ട് അതെന്താ നീ മറ്റേ അത് ഇതാണ്.